സുമൻ ഒരു പൈസയുള്ള വീട്ടിലെ പെൺകുട്ടിയാണ്. അവൾ അവളുടെ അച്ഛനമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. അവളുടെ അമ്മ അനുരാധ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. പക്ഷെ അവർക്ക് ഒരു വിഷമമുണ്ട്. അവരുടെ മകൾ ഒരുപാട് തടിച്ചയായതുകൊണ്ട് വലിയ പെൺകുട്ടിയെ പോലെയാണ് തോന്നിക്കുന്നത്. അവർക്ക് ശേഷം സുമന്റെ ജീവിതം എന്താകുമെന്ന് അവർ ഒരുപാട് വിഷമിച്ചിരിക്കും. സുമൻ, നിന്റെ തടി ദിവസം കൂടുന്തോറും കൂടുന്നുണ്ട്. നീ ഇപ്പോഴുള്ള വയസ്സിനേക്കാൾ വലിയ പെൺകുട്ടി പോലെ തോന്നിക്കുന്നു. ഒരു പക്ഷെ ഇങ്ങനെ പോയാൽ നിന്റെ കല്യാണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരു ദിവസം ഒരു റൊട്ടി കഴിക്കുന്നുള്ളൂ, എന്നാലും തടിക്കുന്നുണ്ട്. ഞാനൊരു റൊട്ടി പോലും കഴിച്ചില്ലെങ്കിൽ എങ്ങനെ ജീവനോടെ ഇരിക്കും? ഞാൻ എന്താ ഇങ്ങനെ തടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ജിമ്മിൽ ചേര്. നന്നായി എക്സസൈസ് ഒക്കെ ചെയ്താൽ നിന്റെ തടിയും കുറയും. അനുരാധ പറഞ്ഞതുപോലെ സുമൻ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരു ട്രെയിനർ സുമനെ കൊണ്ട് ഒരുപാട് എക്സസൈസുകൾ ചെയ്യിപ്പിച്ചു. പക്ഷെ ഒരു ലാഭവും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ സുമനെ ഏത് മെഷീനിൽ എക്സസൈസ് ചെയ്യിപ്പിച്ചാലും ആ മെഷീനൊക്കെ തകർന്നു പോയി. എന്റെ ദൈവമേ, നിന്റെ തടി എത്ര കൂടുതലാണെന്നോ! എല്ലാ മെഷീനും തകർന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓണറോട് എന്ത് പറയും? ശരി, സാരമില്ല, വിട്. നീ മെഷീനിൽ എക്സസൈസ് ചെയ്യുന്നതിന് പകരം തറയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യേ. പിങ്കി സുമന് ഒരുപാട് തരം എക്സസൈസ് കാണിച്ചു. അതിലൊരു എക്സസൈസ് പ്രകാരം അവളുടെ കൈകൾ തണ്ടലിന് പുറകെ കൊണ്ടുപോയി. അതിൽ അവൾ പെട്ടുപോയി. അയ്യോ, ആരെങ്കിലും എന്റെ കൈയൊന്ന് ശരിയാക്കി തരൂ. എനിക്ക് കൈകൾ മുന്നോട്ട് കൊണ്ടുവരാനാകുന്നില്ല. എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. ആരെങ്കിലും എന്നെ സഹായിക്കൂ. പിങ്കി സുമന്റെ കൈകൾ എടുത്തു കൊടുത്തതും പാവം പിങ്കിയുടെ മേൽ സുമൻ വീണു. അയ്യോ അമ്മേ, എന്നെ വിട്ടേക്ക്. എനിക്ക് നിന്റെ തടി കുറയ്ക്കാനേ ആകില്ല. എപ്പോഴും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? നിന്റെ തടി 100 കിലോനേക്കാൾ വലുതാ. സുമൻ വിഷമിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അനുരാധയോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. അനുരാധയും ഒരുപാട് വിഷമിച്ചു. പിന്നെ ഒരു ദിവസം അനുരാധ മാർക്കറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. അവിടെ അവരുടെ പഴയ അയൽപ്പക്കക്കാരനെ കണ്ടു. സുഖമാണോ? എന്തിനാ നിങ്ങൾ ഇവിടെ നിന്നും പോയത്? നിങ്ങൾ പോയതും ഇവിടുത്തെ ഐശ്വര്യം പോയി. വീട്ടിലെല്ലാരും സുഖമാണോ? എല്ലാം നന്നായി പോകുന്നു. ഇപ്പൊ സുമന് കല്യാണ പ്രായവും എത്തിക്കഴിഞ്ഞു. അവളെ കല്യാണം കഴിപ്പിക്കാൻ ആരെങ്കിലും നല്ല പയ്യൻ കിട്ടിയാൽ എന്റെ മകൾക്ക് കല്യാണം കഴിപ്പിക്കാം. ആ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു. എന്റെ മകന് വേണ്ടി ഞാൻ പെണ്ണ് ആലോചിക്കുവാണ്. നിങ്ങളും നിങ്ങളുടെ മകൾക്ക് പയ്യനെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. നിങ്ങളുടെ മകളെ എന്റെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമോ? എന്റെ മകന്റെ കല്യാണം 1 മാസത്തിനുള്ളിൽ നടക്കണം. ജോത്സ്യൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയല്ലാതെ ഒരു മാർഗവുമില്ല. നിങ്ങൾ ആദ്യം എന്റെ മകളെ കാണൂ. അയ്യോ, ഇല്ല ഇല്ല, നിങ്ങൾ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ആശിഷിനെ പെണ്ണ് കാണാതെ തന്നെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. വധുവായി സുമൻ വന്നപ്പോൾ അവളെ കണ്ട് എല്ലാവരും ഷോക്കായി. തടിച്ചയായ വധുവിനെ കണ്ട് എല്ലാവരും ചിരിച്ചു. അച്ഛാ, ഈ തടിച്ചയെ ഞാൻ കല്യാണം കഴിക്കണോ? ഞാൻ എന്ത് പാവമാ ചെയ്തത്? എന്റെ കോളേജിൽ ഞാൻ എത്ര ഫേമസ് ആണെന്നറിയാമോ? എന്റെ ജീവിതം നശിച്ചു പോകും. എനിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇവിടെ നോക്കുമോനെ, ഇപ്പോൾ നമ്മുടെ അടുത്ത് വേറെ വഴിയൊന്നുമില്ല. നിന്റെ ജാതകത്തിൽ ദോഷമുണ്ട്. നിന്റെ കല്യാണം ഇന്ന് തന്നെ നടക്കണം. ഇപ്പോൾ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് കോടിക്കണക്കിന് രൂപ ലോസ് വരും. അവന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ആശിഷ് സുമനെ കല്യാണം കഴിച്ചു. പക്ഷെ അവൻ സുമനെ എപ്പോഴും അവന്റെ ഭാര്യയായി കണ്ടതേയില്ല. ഒരു ദിവസം അവന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ആശിഷ് സുമനെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതും ആ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് വന്നു. നീ സ്വിമ്മിംഗ് പൂളിൽ ചാടിയാൽ അതിൽ പിന്നെ ആർക്കും കുളിക്കാൻ പറ്റില്ല. അത്രയ്ക്കും തടിയാ നിനക്ക്. സുമൻ ആശിഷിനോടൊപ്പം നടന്നു പോകുമ്പോഴെല്ലാം എല്ലാവരും അവരെ നോക്കി ചിരിക്കും. ഒരു ദിവസം അവൾ സോഫയിലിരുന്നപ്പോൾ ആ സോഫ തകർന്നു പോയി. അത് കണ്ട് അവൾക്ക് തന്നെ സങ്കടമായി. അതുകൊണ്ട് അന്ന് മുതൽ അവൾ തറയിലിരുന്നു. ഇനി എനിക്ക് പറ്റില്ല. നിന്റെ ഈ വണ്ണം കാരണം എനിക്ക് നിന്റെ കൂടെ നടക്കാൻ തന്നെ വെറുപ്പാ. നീ എന്റെ കൂടെ വരരുത്. സുമൻ അവളുടെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് അന്നു മുതൽ ആശിഷിനോടൊപ്പം പുറത്തേക്ക് പോകുന്നതേ നിർത്തി. ഒരു ദിവസം ആശിഷിന്റെ കാറിന് ആക്സിഡന്റ് ആയി. അതുകൊണ്ട് അവന്റെ ബിസിനസ്സിന് ഒരുപാട് അധികം നഷ്ടം വന്നു. അവസ്ഥ എത്ര മോശമായെന്നോ അവരുടെ വീട് തന്നെ പണയത്തിലായി. സുമൻ, ആശിഷ് ഇപ്പൊ കിടപ്പിലായി മോളെ. ഇപ്പൊ നീ വേണം ഈ വീട് നോക്കാൻ. അമ്മേ,
ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മ ഈ വീട് നോക്കുക? നമ്മൾ എപ്പോഴും പരാജയം സമ്മതിക്കരുത്. നീ മാൽപ്പൂ വളരെ നന്നായി ചെയ്യും. എത്രത്തോളം നന്നായി ചെയ്യുമെങ്കിൽ എല്ലാവരും നീ ചെയ്യുന്ന മാൽപ്പൂ വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് നീ മാൽപ്പൂ ചെയ്ത് ജനങ്ങൾക്കൊക്കെ വിറ്റുകൂടെ? സുമൻ അവളുടെ അമ്മ പറഞ്ഞതുപോലെ ചെയ്തു. വീട്ടിലുള്ള കുറച്ച് പൈസ കൊണ്ട് മാൽപ്പൂവിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി മാൽപ്പൂ തയ്യാറാക്കി വിൽക്കാൻ തുടങ്ങി. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ മാൽപ്പൂവെ വളരെ രുചിയായിരുന്നു. ഒരു ദിവസം അവളുടെ കടയിലിരുന്ന് മാൽപ്പൂവെ വിൽക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വന്നു. ഇവിടെ നോക്കും മോളെ സുമൻ, മോളുടെ കൈ കൊണ്ടുണ്ടാക്കുന്നത് എല്ലാത്തിനും നല്ല രുചിയുണ്ട്. എനിക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. ഇതിന്റെ മുൻപിൽ വേറെ സ്വീറ്റ്സ് ഒക്കെ ഫെയിൽ. അയ്യോ ചേട്ടാ, നിങ്ങൾ മാൽപ്പൂയെ കുറിച്ചാ പറയുന്നത്. അതിന്റെ കൂടെ ഇവരുടെ കൈകൊണ്ടുണ്ടാക്കിയ പച്ചക്കറിയില്ലേ, അത് ഇതിന്റെ രുചി വീണ്ടും കൂട്ടുന്നു. അതിലൂടെ മാൽപ്പൂയുടെ ടേസ്റ്റ് വീണ്ടും കൂടുന്നു. അപ്പോഴാണ് അതിലൂടെ ഒരു സേട്ട് പോയത്. അദ്ദേഹം മാൽപ്പൂവിന്റെ മണം വന്നതുകൊണ്ട് ആ സ്ഥലത്തേക്ക് വന്ന് സുമനോട് ഇങ്ങനെ പറഞ്ഞു. ആഹാ മോളെ, ഇതെന്ത് ഡിഷാ? ഇതിന്റെ സുഗന്ധം ഒരുപാട് ദൂരെ അടിക്കുന്നുണ്ടല്ലോ. ഇത് മാൽപ്പൂവയാണ് സേട്ടു സാറേ, കഴിക്കുന്നു. ആ ഉറപ്പായും. ഇതിന്റെ മണം തന്നെ കൊള്ളാമെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ കഴിച്ചു നോക്കട്ടെ. ആ ഇപ്പൊ തന്നെ തരാം. സേട്ടു ആ മാൽപ്പൂവെ കഴിച്ചുടനെ തന്നെ മാൽപ്പൂവിന്റെ ഫാനായി മാറി. പിന്നെ സുമനോട് പറഞ്ഞു. എന്റെ മോളുടെ കല്യാണമാണ്. ഇതുപോലെ ഒരു ഡിഷാണ് ഞാൻ കല്യാണത്തിന് അന്വേഷിച്ചത്. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ മാൽപ്പൂ എത്ര ടേസ്റ്റ് എന്നാൽ ഇത് ഞാൻ എന്റെ മകളുടെ കല്യാണത്തിന് എല്ലാവർക്കും കൊടുക്കാൻ പോകുക. എന്റെ മോളുടെ കല്യാണത്തിന് നീ ഇതൊന്ന് ചെയ്തു തരാമോ മോളെ? സുമന്റെ സന്തോഷത്തിനിപ്പോൾ അളവില്ലായിരുന്നു. സേട്ടു അവൾക്ക് അഡ്വാൻസും കൊടുത്തു. അവൾ ആ പൈസ കൊണ്ട് വീട് തിരിച്ചെടുത്തു. ഇപ്പൊ സുമന്റെ മാൽപ്പൂവെ മെല്ലെ മെല്ലെ ഫേമസ് ആവാനും തുടങ്ങി. വളരെ ദൂരത്ത് നിന്ന് പോലും ജനങ്ങൾ വന്ന് സുമന്റെ മാൽപ്പൂവെ കഴിച്ചു. പിന്നെ കുറച്ചു ദിവസം കൊണ്ട് ആശിഷ് മുഴുവനായി ഭേദം വെച്ചു. ആശിഷ് തന്റെ ഭാര്യ സുമന്റെ പ്രയത്നം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഇപ്പൊ അവൻ സുമനെ മനസ്സുകൊണ്ട് സ്നേഹിക്കാനും തുടങ്ങി. പിന്നെ സുമനോടൊപ്പം ചേർന്ന് മാൽപ്പൂവെ വ്യാപാരവും തുടങ്ങി. സുമൻ, എന്നോട് ക്ഷമിക്ക്. നിന്റെ അധ്വാനം കാരണമാ ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ നിന്നെ എത്രത്തോളം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീ എന്നെ എങ്ങനെ നോക്കുന്നു? ഈ വീട് നീ രക്ഷിച്ചു. ഇനി ഞാൻ നോക്കാം. നിന്റെ വണ്ണമൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നീ എങ്ങനെയാണെങ്കിലും എനിക്കിഷ്ടമാ. ഈ കച്ചവടത്തിൽ ഞാനും നിന്നെ സഹായിക്കാം. സുമൻ ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. പിന്നെ സന്തോഷത്തിൽ അവർ രണ്ടുപേരും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഈ കഥ ഒരു കൂലിപ്പണിക്കാരന്റെയാണ്. ജഗൻ സേഠ് ലാൽ ചന്ദിന്റെ പാടത്ത് പണിയെടുക്കുമായിരുന്നു. സേഠ് ലാൽ ചന്ദിന്റെ പാടം ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാടമായിരുന്നു. എന്നിട്ട് അവിടെ ഒരുപാട് പണിക്കാര് പണിയെടുക്കുമായിരുന്നു. ദിവസ അവസാനം സേഠ് ലാൽചന്ദ് അവരുടെ പണിക്കാർക്ക് അതിന്റെ കൂലി കൊടുക്കുമായിരുന്നു. അല്ലേലും സേഠ് ലാൽചന്ദ് വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പണിക്കാരുടെ മേളിൽ ഒരു കണ്ണ് വെക്കാൻ വേണ്ടി കാലിയെ ഏൽപ്പിച്ചായിരുന്നു. കമല, ഞാൻ കുറെ നേരെ നോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കൂലി കിട്ടില്ല. ഞാൻ പറയട്ടെ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. പണിയെടുക്കാൻ വന്ന പണി എടുത്തിരിക്കണം. കാലിയ പലപ്പോഴും പണിക്കാരോട് വളരെ ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സംഭവിച്ചത്, ജഗൻ പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞത്. പെട്ടെന്ന് അയാളുടെ കൈ മുറിഞ്ഞു. കുറെ പണിക്കാര് അയാളുടെ അടുത്തേക്ക് പോയി. ഒരു സ്ത്രീ അയാളുടെ മുറിവ് കെട്ടിക്കൊടുത്തു. പിന്നെ പണിക്കാരെല്ലാവരും അവരൊരു പണി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാലിയ അവിടെ എത്തിയത്. ഹേയ് ജഗൻ, എന്താടാ വെറുതെ ഇരിക്കുന്നത്? ചേട്ടാ, ഇദ്ദേഹത്തിന്റെ കൈ കോടാലി കൊണ്ട് മുറിഞ്ഞു. നിങ്ങൾക്ക് പണിയിൽ ശ്രദ്ധയേ ഇല്ല. പക്ഷേ കൂലിപ്പണം മാത്രം മുഴുവനും വേണം. നിങ്ങളുടെ മരുന്ന് ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം. നിങ്ങളൊക്കെ കൂടി ചേർന്ന സേട്ടിനെ പെരുവഴിയിലാക്കും. കാലിയുടെ സംസാരം കേട്ടപ്പോ ജഗന് ഒരുപാട് ദേഷ്യം വന്നു. ഒന്നും സംസാരിക്കാതെ അയാള് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന അയാള് ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പാവം കയ്യിലെ മുറിവ് കണ്ടപ്പോ കരയാൻ തുടങ്ങി. അയ്യോ, എന്തിനാ നീ കരയുന്നത്? കുറച്ചു ദിവസത്തിൽ എല്ലാം ശരിയാവുന്നേ. ഈ മുറിവ് ഉണങ്ങിപ്പോകും. പക്ഷേ അയാളോ? ആ കാലിയ നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുപ്പിക്കില്ലേ? അതുകൊണ്ടെന്താ? അവൻ ഇതെല്ലാം ശീലമല്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾക്ക് ഈ കൂലിപ്പണി ഒന്നും വിടാൻ പറ്റില്ലേ? ഈ കൂലിപ്പണി എടുക്കുന്നത് ഞാൻ അങ്ങ് നിർത്തിക്കളഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ?
നമുക്ക് വേണമെങ്കിൽ കോഴിയെ വാങ്ങി അതിന്റെ മുട്ട വിൽക്കാം. പക്ഷേ അത് വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ എവിടെ ഉണ്ട്? എന്റെ പൂർവികര് എനിക്ക് സ്വത്തുക്കളൊന്നും തന്നിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? മാല അവളുടെ കയ്യിലിരുന്ന് 2 വളകളും ഊരി പിന്നെ കാതിലെ കമ്മലും കൊടുത്തു. ആഭരണങ്ങൾ അണിയാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ അത്യാവശ്യത്തിന് അതിനെ വിൽക്കാനും കഴിയും. വേണ്ട വേണ്ട, ഇത് എനിക്ക് വേണ്ട. മാല ഒരുപാട് വാശി പിടിച്ചതുകൊണ്ട് ജഗൻ ആ ആഭരണങ്ങൾ മേടിച്ചു. ജഗനും മാലയും മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് അവര് ആ ആഭരണങ്ങൾ ഒരു സ്വർണ്ണക്കടക്കാരന് കൊടുത്തു. അതിനവർക്ക് 2000 രൂപ കിട്ടി. പിന്നെ മാലയും ജഗനും ഒരു കോഴിക്കാരന്റെ അടുത്തേക്ക് പോയി. അതെ, ഒരു കോഴിയുടെ വില എത്രയാ? ഒരു കോഴിയുടെ വില 100 രൂപയാണ്. ഇനി ഒരു പക്ഷേ 10 കോഴി മേടിക്കുകയാണെങ്കിൽ ഒരു കോഴീനെ ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാം. വളരെ നല്ല കാര്യം. ജഗൻ അയാൾക്ക് 1000 രൂപ കൊടുത്തു. ആ കടക്കാരൻ വലിയൊരു കൊട്ടയ്ക്കകത്ത് 10 കോഴിയും പിന്നെ ഒരു പൂവനെയും കൂടാണ് കൊടുത്തത്. ജഗനും മാലയും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവര് ബാംബുയുടെ കഷ്ണം ഉപയോഗിച്ച് കോഴികൾക്ക് വേണ്ടി കൂടുണ്ടാക്കി. കോഴികളെല്ലാം അതിനകത്ത് കളിക്കുന്ന കണ്ടപ്പോ മാലയ്ക്കും ജഗനും ഒരുപാട് സന്തോഷമുണ്ടായി. അടുത്ത ദിവസം മാല കോഴികളുടെ മുട്ടയെല്ലാം ഒന്നിച്ചാക്കി. ജഗൻ ആ മുട്ടയെല്ലാം ഒരു വ്യവസായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ 10 മുട്ടയ്ക്ക് 30 രൂപ മേടിച്ചു. എന്നും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. 1 മാസം കഴിഞ്ഞു. ഇന്ന് ജഗൻ ഉണ്ടാക്കിയ കാശെല്ലാം എണ്ണുമായിരുന്നു. ഒരു ദിവസത്തേക്ക് 30 രൂപയാണെങ്കിൽ ഒരു മാസത്തേക്ക് 900 രൂപ. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 500 രൂപയായിരുന്നു. ഞാൻ കുറച്ച് കാശ് എടുത്തോണ്ട് പോയി സ്വർണം വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അധികം കിട്ടിയ കാശെല്ലാം ഇനി കോഴിയെ മേടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ. ജഗൻ മാല പറഞ്ഞ കാര്യം കേട്ടു. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് 5 കോഴിയും കൂടെ മേടിച്ചു. ഇപ്പൊ ദിവസവും 15 മുട്ടയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ട് മാല ഒരുപാട് സന്തോഷിച്ചു. അടുത്ത മാസം ജഗൻ ഒരിക്കൽ കൂടി കണക്ക് നോക്കാൻ ഇരുന്നപ്പോ അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് 35 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 1350 രൂപ. എന്റെ അമ്മോ! ഇപ്പോഴാണ് ജഗന് കണക്ക് മനസ്സിലായത്. അടുത്ത 3 മാസം വരെ ജഗൻ 10 കോഴി വീതമാണ് മേടിച്ചത്. എല്ലാം കൂടി ജഗനിന്റെ കയ്യില് 50 കോഴിയാണ് ഉള്ളത്. ഇപ്പൊ അയാൾക്ക് ദിവസം 150 രൂപയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ടപ്പോ അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ പ്രാവശ്യം അയാൾ കണക്ക് നോക്കിയപ്പോഴാണ് ഈ മാസം മൊത്തത്തില് 4000 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറയുമായിരുന്നല്ലോ. അതെ അതെ, വരൂ. ഇനി എത്ര നാൾ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നേ. രണ്ടുപേരും തട്ടക്കാരന്റെ അടുത്ത് പോയി. 2000 രൂപയ്ക്ക് പലിശയടക്കം 2250 രൂപയായി. ഇന്ന് എടുത്തോളൂ. ജഗൻ കാശ് കൊടുത്ത് ആഭരണങ്ങൾ തിരിച്ചു മേടിച്ചു. അവിടെ ജഗൻ ഒരു മൂക്കുത്തി കണ്ടു. ആ മൂക്കുത്തി എത്രയാണ്? അധികം വിലയൊന്നുമില്ല, 450 രൂപയേ ഉള്ളൂ. അതും തന്നേക്കൂ. മാല പുതിയ മൂക്കുത്തി ഇട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ജഗൻ അയാളുടെ മുട്ടയുടെ വ്യാപാരം തുടങ്ങി. 1 വർഷത്തിന് ശേഷം അയാള് നേടിയ ലാഭം 30,000 രൂപയായിരുന്നു. ഇപ്പൊ അയാളുടെ സ്വന്തമായിട്ട് പോൾട്രി ഫാം ഉണ്ട്. ഫാമിൽ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ കുഞ്ഞു കുടില് വലിയൊരു കൊട്ടാരം പോലെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ജഗനും മാലയ്ക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പായിരുന്നു ജഗൻ കൂലിപ്പണി എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ഒരു വ്യവസായിയാണ്. മാല വാശി പിടിക്കത്തില്ലായിരുന്നെങ്കിൽ ജഗൻ ഇപ്പോഴും കൂലിപ്പണി എടുത്തോണ്ടിരുന്നേനെ. അതുകൊണ്ടാണ് പറയുന്ന കുട്ടികളെ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഒരു അവസരം മാത്രം കിട്ടിയാ മതി. ജഗന് കിട്ടിയതുപോലെ. എന്നിട്ട് അയാൾക്ക് 1 വർഷത്തിനകം വിജയം നേടിക്കിട്ടി. പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങൂ. നല്ല ചുവന്ന തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. മീര തന്റെ പച്ചക്കറികൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ഗ്രാമം ചുറ്റിത്തിരിയുമ്പോൾ അവൾ എപ്പോഴും ഒരു മനോഹരമായ പച്ചക്കറിത്തോട്ടം കാണാറുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ പച്ചക്കറിത്തോട്ടം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മീര ആ പച്ചക്കറിത്തോട്ടം വാങ്ങാനായി ആഗ്രഹിച്ചു. ആ സ്ഥലത്ത് അവൾ തന്നെ സ്വയം പച്ചക്കറികൾ നടാനായി ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ സാഹചര്യങ്ങൾ അവളെ അതിന് അനുവദിച്ചില്ല. മീരയ്ക്ക് ഒരു ചെറിയ മകനുണ്ടായിരുന്നു.
അവനെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്തം മീരയുടേതായിരുന്നു. എന്തെന്നാൽ മീരയുടെ ഭർത്താവ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നോ? പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കോളൂ. ചുവന്ന് തുടുത്ത തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് നെയ് വിൽക്കുന്ന വിമല വന്നത്. എങ്ങനെയുണ്ട് മീര? നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖായിരിക്കുന്നു. നീ പറയൂ, നിനക്കെങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. നിനക്കൊരു കാര്യം അറിയോ? ആ പച്ചക്കറിത്തോട്ടം വച്ചിരിക്കുന്നയാൾ ആ തോട്ടം വിൽക്കാത്രേ. എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ആ തോട്ടം വാങ്ങിയേനെ. നിനക്കറിയോ? മീരയ്ക്ക് ആ തോട്ടം വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഇത് കേട്ട ഉടനെ മീര ആ തോട്ടക്കാരനെ കാണാനായി പോയി. ഇത് നോക്ക്, നിങ്ങൾ ഈ തോട്ടം വിൽക്കാൻ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. ആ, പ്രായം കൂടിയത് കാരണം എനിക്കിപ്പോ ഒട്ടും വയ്യ. എനിക്കിതൊന്നും നോക്കി നടത്താനുള്ള ശക്തി ഒട്ടുമില്ല. അതുകൊണ്ടാ ഞാനിതൊക്കെ വിൽക്കുന്നത്. നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള താല്പര്യമുണ്ടോ? അതെ, അത് സത്യമാണ്. എന്നാൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ശരി, ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ. എനിക്കിതിന് ഒരു 500 നാണയങ്ങൾ വേണം. എന്റെ ദൈവമേ, എന്റെ അടുത്ത് 200 കാശ് മാത്രമേ ഉള്ളൂ. 200 നാണയങ്ങൾ ഒരുപാട് കുറവാണ്. 400 നാണയങ്ങൾക്ക് കുറവായി ഞാനിത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ആ 200 കാശ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത 4 മാസം ഓരോരോ മാസവും 50 കാശ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടം എനിക്ക് തരാനായി കഴിയുമോ? ആ തോട്ടക്കാരൻ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ശരി, അടുത്ത 4 മാസങ്ങൾ നീ എനിക്ക് 50 നാണയങ്ങൾ വീതം തന്നു തീർക്കണം. മീരയ്ക്ക് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ തോട്ടം അവൾക്ക് കിട്ടാൻ പോവുകയാണ്. അതിനുശേഷം മീര വളരെയധികം പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഒരുപാട് പൈസ കിട്ടാനും തുടങ്ങി. ദിവസവും മീര കുറച്ച് കുറച്ച് പൈസ മാറ്റിവെച്ചു. പിന്നീട് വൈകുന്നേരങ്ങളിൽ പൂ അതുപോലെയുള്ള സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി. 1 മാസത്തിനു ശേഷം മീര ആ തോട്ടക്കാരന്റെ അടുത്ത് പോയി 50 കാശ് കൊടുത്തു. മീരയ്ക്ക് വളരെ സന്തോഷമായി. മീര ദിവസവും ഇതുപോലെ പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ രാവിലെ പച്ചക്കറിയും വൈകുന്നേരങ്ങളിൽ പൂവും പലഹാരവും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ മീര 4 മാസങ്ങൾക്കുള്ളിൽ തോട്ടക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ കാശും കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ട് മീര. ഇനി ഈ വസ്തുവെല്ലാം നിന്റേത് മാത്രമാണ്. ഇതിനെ നീ ഇനി നന്നായി നോക്കണം മീര. മീരയുടെ സ്വന്തമായി തോട്ടം വാങ്ങാനുള്ള ആഗ്രഹവും നിറവേറി. ഇപ്പോൾ മീര തന്റെ സ്വന്തം തോട്ടത്തിൽ പച്ചക്കറികൾ വിളയിക്കാനും തുടങ്ങി. മറ്റു പച്ചക്കറി വ്യാപാരികളെല്ലാം അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി. മീരയുടെ കഠിന പ്രയത്നം അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. അവളുടെ മകനും ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മീരയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് പ്രയത്നിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നത്. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.